ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 1792. ഇന്ന് നവംബർ മാസം 26-ാം തീയതി, 331-ാമത്തെ ദിവസത്തിലെത്തി. കേട്ടുകഴിയുമ്പോൾ ഈ കഥ സമർത്ഥമായി മെനഞ്ഞെടുത്തതാണ്. ഇതൊന്നും ഒരിക്കലും സംഭവിക്കത്തേയില്ല എന്നും ഏതൊരാളും വിലയിരുത്തിയേക്കാം. കുറെയൊക്കെ സത്യമായിരിക്കാം, പക്ഷേ കഥയ്ക്കകത്ത് കാര്യമുണ്ട് കേട്ടോ. ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ വഴിയരികിൽ കണ്ട യാചകൻ, അയാൾക്ക് എന്തെങ്കിലും കൊടുത്തേക്കാവുന്ന ആ ചെറുപ്പക്കാരന് തോന്നി. പോക്കറ്റിൽ കൈയിട്ടപ്പോഴാണ് അയ്യോ, താൻ പേഴ്സ് എടുത്തിട്ടില്ല എന്ന വിവരം അയാൾ മനസ്സിലാക്കിയത്. വല്ലാത്തൊരു ആത്മഭാരത്തോടും വിഷമത്തോടും കൂടി ആ യാചകനോട് അയാൾ പറയുകയാണ്, സുഹൃത്തെ, എന്തെങ്കിലും തരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു, പേഴ്സ് എടുത്തില്ല, മറന്നുപോയി. ആ യാചകൻ കണ്ണു നിറഞ്ഞ് കരങ്ങൾ കൂപ്പി ഇയാളോട് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: സാരമില്ല, നിങ്ങൾ എന്നെ കൂട്ടുകാരാന്ന് വിളിച്ചല്ലോ, ഇന്നിനി എനിക്കൊന്നും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ വലിയ മനസ്സിനും സ്നേഹത്തിനും നന്ദി. മെനഞ്ഞെടുത്ത് തന്നെയാണ്, സംഭവിച്ചിട്ടൊന്നുമില്ല. നാണയത്തൊട്ടുകളേക്കാൾ മൂല്യം ഹൃദയത്തിന്റെ തുടിപ്പുകൾക്കുണ്ടെന്ന് നമ്മൾ എന്നാ തിരിച്ചറിയുന്നേ? പണമെല്ലാറ്റിനും പകരമാണെന്നോ, പണമെല്ലാറ്റിനും നല്ലൊരു പരിഹാരമാണെന്നോ നല്ലൊരു തെറ്റിദ്ധാരണയുള്ള മനുഷ്യരാണ് നമ്മൾ കേട്ടോ. അതുകൊണ്ടാണ് എല്ലാത്തിനും പകരവും പരിഹാരവുമായിട്ട് നമ്മൾ പണത്തെ ഇങ്ങനെ നീക്കി നിർത്തുന്നത്. നാണയത്തൊട്ടുകളേക്കാൾ മൂല്യം ഹൃദയത്തിന്റെ തുടിപ്പുകൾക്കുണ്ട് എന്ന് തിരിച്ചറിയണം. പണം എല്ലാറ്റിനും പകരമാവുന്നില്ല, ഒന്നിനും പരിഹാരവുമാവുന്നില്ല. ഒരാളെ കീഴടക്കാനായിട്ട് അയാളുടെ മുന്നിൽ സമ്പത്ത് വിതറുകയല്ല വേണ്ടത്, അയാളുടെ ഹൃദയത്തെ തൊടാനാവണം. എവിടെ നിന്നാണെങ്കിലും ഇറ്റ് പരിഗണനയും സ്നേഹവും കിട്ടുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. വേതനം, അതായത് ശമ്പളം കുറയുന്നതിനേക്കാൾ വേദനയാണ് വികാരങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നത്. മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം അതുതന്നെയാണ്. അതും ദൂരത്തുള്ളവരോടല്ല പുലർത്തേണ്ടത്, അത് പൂർത്തീകരിക്കേണ്ടത് ഒപ്പമുള്ള മനുഷ്യരെ കുറെ കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്തരമൊരു സൗഹൃദത്തിലേക്ക്, സാഹോദര്യ ബോധത്തിലേക്ക്, സഹജീവികളുമായി ഒത്തണങ്ങുക എന്നത് തന്നെയാണ് ക്രിസ്തുയേശു ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും നടപ്പിലാക്കാൻ ശ്രമിച്ചതും ശ്രദ്ധിച്ചതും നമ്മളെ നിർബന്ധിച്ചതുമൊക്കെയായ ഒരു ജീവിതക്രമം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.